നമ്മൾ എല്ലാവരും കാണുന്നില്ലേ? ഡൽഹിയിലെ ബോൾ കാണാൻ എത്ര ബുദ്ധിമുട്ടാണ്, ലക്നൌവിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ മാച്ച്. അതെ, പൊല്യൂഷനുമുണ്ട്, ഫോഗുമുണ്ട്. അപ്പൊ സ്മോഗ് എന്ന് പറയും, സ്മോക്കും ഫോഗും കൂടി ഒരുമിച്ച് വന്നിട്ട്. അപ്പൊ അതെല്ലാം ഉള്ള സ്ഥിതിയിൽ നമുക്ക് കേരളത്തിലോ ദക്ഷിണ ഭാരതത്തിൽ കളിക്കുകയാണെങ്കിൽ, തെക്കൻ ഭാരതത്തിൽ കളിക്കുകയാണെങ്കിൽ അതെനിക്ക് എളുപ്പം. നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് നല്ല സ്റ്റേഡിയമുണ്ട്, വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉണ്ട്, വരൂ കളിക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സമയത്ത് BCCI പ്രസിഡന്റ് രാജീവ് ശുക്ലയും അദ്ദേഹം പാർലമെന്റ് ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം അതിനെ സമ്മതിച്ചു, പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്ന്. അവർ ചിന്തിക്കട്ടെ. ക്രിസ്മസ് ആണ് ഇപ്പൊ ഇവിടെ രാഷ്ട്രപതി പറഞ്ഞതും ഇവിടുത്തെ പിതാക്കന്മാർ പറഞ്ഞതും ചെറിയ ഭയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് രാജ്യത്ത് ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കെ. അതെ, പക്ഷേ ഈ സന്ദേശം ഉപരാഷ്ട്രപതി കൊടുത്താൽ നല്ലതാണ്. നമ്മളുടെ ഭരണഘടന അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, നമ്മളെ ഭിന്നിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സന്ദേശം വേണ്ട. അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞില്ലേ? ഇപ്പൊ ഈ വലിയ ചർച്ചകൾ നടക്കുന്നു, അങ്ങയുടെ സ്പീച്ച് ഗംഭീരമായിരുന്നു. ആ സമയത്ത് ഈ പ്രതിഷേധത്തിനൊക്കെ ഇടയിൽ നിർണായകമായ ബില്ലുകൾ പാസ്സാക്കുമ്പോൾ അത് ശരിയല്ല. പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇല്ല എന്നൊരു പ്രശ്നം കൂടി. അത് എനിക്കല്ല പറയേണ്ടത്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടി ശക്തമായി നിൽക്കേണ്ട ഈ വിഷയം. അതെ, ഇങ്ങനെയുള്ള ബഹളത്തിൽ ബിൽ പാസ്സാക്കുന്നത് ശരിയല്ല. ചില സീരിയസ് പ്രശ്നങ്ങൾ പ്രതിപക്ഷം എടുക്കുമ്പോഴും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോഴും അവർക്ക് ഇതിനെ ഒരു കമ്മിറ്റിക്ക്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ അയച്ചിട്ട് കുറച്ചുകൂടി ചർച്ച ചെയ്തൂടെ? എന്താ ഇത്ര ധൃതി? ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം, 20 വർഷമായി നടന്ന ഒരു പദ്ധതിയെ അവർ പെട്ടെന്ന് 2 ദിവസത്തിൽ മാറ്റുന്ന പകരം കുറച്ചും കൂടി ചിന്തിച്ചൂടെ? ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ബുൾഡോസാണ് സംഭവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞു. ഞങ്ങൾ ലോക്സഭയിൽ അവർ ബുൾഡോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രാജ്യസഭയിൽ ഇതുപോലെ സംഭവിക്കാൻ പോകണമെങ്കിൽ ശരിയല്ല. എന്താണ് നിങ്ങൾ